നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബുധനാഴ്ച വധശിക്ഷ നടപ്പാക്കാനിരിക്കെയാണ് കത്തയച്ചത്. നിമിഷയുടെ അമ്മ യമൻ സർക്കാരിനും കത്തയച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി വി വിനോദ് നമുക്കൊപ്പം ചേരുകയാണ്. വിനോദ്, നാളുകളായി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാതിരിക്കാൻ, അതിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാധ്യമായ എല്ലാ ശ്രമങ്ങളും നയതന്ത്ര തലത്തിലും കേന്ദ്ര സർക്കാർ തലത്തിലും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് അവിടെ മനുഷ്യസ്നേഹികളുടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. പക്ഷേ ആ പ്രവർത്തനങ്ങളൊക്കെ അപ്പുറം അതിനൊക്കെ വിഫലമാകുന്ന തരത്തിലാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് വന്ന റിപ്പോർട്ട്. അതായത് ഈ 16-ാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ് എന്നുള്ളത്. ഈ അവസാന നിമിഷം എന്ത് ചെയ്യാൻ കഴിയും എന്നത് സംസ്ഥാന സർക്കാരും നോക്കുകയാണല്ലേ. അതാണ് പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ അടിയന്തരമായി മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ അമ്മ അവിടെ യമൻ സർക്കാരിന് കത്തയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. യമനിലെ അവിടെ മനുഷ്യാവകാശ സംഘടനകളുടെ അടക്കമുള്ള പ്രവർത്തനങ്ങളും നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതെങ്ങനെയാണ് നടക്കുന്നത്? അറിയ നെഞ്ചെടുപ്പോടുകൂടിയാണ് ഇപ്പോൾ നാട് കടന്നു പോകുന്നത്. കാരണം ദീർഘനാളത്തെ ഒരു പ്രയത്നമായിരുന്നു നിമിഷയെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരുന്നത്. അതിൽ സന്നദ്ധ സംഘടനകളുണ്ട്, സർക്കാരുണ്ട്, ഇവിടെ നിന്ന് വിജയിച്ചു പോയ എംപിമാരുടെ പ്രയത്നമുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ ഇതിൽ കാര്യമായ ഇടപെടൽ നേരത്തെ നടത്തിയിരുന്നു. ആ തരത്തിൽ വിപുലമായ രീതിയിൽ ഉള്ള ഒരു പരിശ്രമം നടന്നെങ്കിൽ കൂടിയും യമനിൽ നിന്ന് നിമിഷപ്രിയയെ ഇവിടെ എത്തിക്കുന്നതിന് സാധിച്ചിരുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ യമൻ സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവിറങ്ങിയത് വധശിക്ഷ നടപ്പാക്കാനാണ്. അത് ബുധനാഴ്ച നടപ്പാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവരെ അക്കാര്യത്തിലൊരു മാറ്റം അവരുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു അറിയിപ്പായി വന്നിട്ടില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ കത്ത് PMOയ്ക്ക് പോയിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ ഓഫീസും ഈ വിഷയം വളരെ ഗൗരവമായി തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം നേരത്തെ തന്നെ കേരളത്തിൽ നിന്നുള്ള എംപിമാരടക്കം ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിനോട് ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയമാണ്. നിമിഷയുടെ അമ്മയാകട്ടെ യമൻ സർക്കാരിനും ഇപ്പോൾ ഏറ്റവും അവസാനമായി ഒരു കത്തയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ സന്ദേശം നിമിഷയുടേതായി പുറത്തു വന്നിരുന്നു. അതിലാണ് തൻ്റെ അടുത്തേക്ക് അവിടുത്തെ ഔദ്യോഗിക പ്രതിനിധിയായി ഒരു സ്ത്രീ എത്തിയെന്നും വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നുവെന്ന് തന്നെ അറിയിച്ചു എന്നുമുള്ള കാര്യം പറഞ്ഞുകൊണ്ടുള്ള ഓഡിയോ സന്ദേശം പുറത്തു വരുന്നത്. അതോടുകൂടിയാണ് ഇതുവരെ ചില അനിശ്ചിതത്വമുണ്ടായിരുന്നു. നേരത്തെയും ഇങ്ങനെ വധശിക്ഷ നടപ്പാക്കുമെന്ന കാര്യങ്ങൾ വന്നിരുന്നെങ്കിലും യമൻ സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ തന്നെ ഔദ്യോഗികമായ കത്ത് പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യവും. സന്നദ്ധ സംഘടനകൾ വലിയ തോതിൽ ബ്ലഡ് മണി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിരുന്നു. 8 കോടി രൂപയാണ് തലാലിൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. ഏതാണ്ട് 1 കോടിക്ക് മുകളിലുള്ള രൂപ അത് പരലിൽ നിന്നും സ്വരൂപിച്ചുകൊണ്ട് സമാഹരിച്ചുകൊണ്ട് നൽകാനുള്ള തീരുമാനമുണ്ടായിരുന്നു. നേരത്തെ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന വ്യക്തികളുണ്ട്. അവർ ചില ഓഫറുകൾ കൂടി വെച്ചു. ഈ നൽകാൻ കഴിയുന്ന തുകയ്ക്ക് പുറമെ തലാലിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾക്ക് ജോലിയും അതോടൊപ്പം തന്നെ യമൻ രാജ്യം എന്നുള്ള നിലയിൽ അവർക്കുള്ള ചില സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ വലിയ തുക ചിലവ് വരുന്ന ശസ്ത്രക്രിയകൾ അടക്കം അത് നടത്തിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതിന്മേൽ ചർച്ചകൾ നടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അതിൻ്റെ ഡിസ്കഷൻ നടക്കുകയാണ്. പക്ഷേ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം വന്നതെന്ന് ഞങ്ങൾക്കും അറിയില്ല എന്നാണ് അവർ ആശങ്കയോടെ പറഞ്ഞത്. ഏതായിരുന്നാലും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും യമനിലേക്കും കത്തുകൾ പോയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മുഖ്യമന്ത്രിയും യമനിലേക്ക് നിമിഷയുടെ അമ്മയും കത്തയച്ചിരിക്കുന്നു. നമുക്കിതിൻ്റെ ഒരു സാഹചര്യമൊക്കെ അറിയാവുന്നതാണ്. 2017 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 2018 കുറ്റക്കാരിയെന്ന് കണ്ടെത്തുന്നു. തലാലുമായി പങ്കാളിത്തത്തോടുകൂടി അവിടെ സ്ഥാപനം നടത്തുകയാണ്. പിന്നീട് തലാലിൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ വരുമ്പോൾ കൊലപാതകം നടത്തിയെന്നാണ് കണ്ടെത്തൽ. നിമിഷയും ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു യുവതിയും കൂടി മൃതദേഹം വീടിന് മുകളിലെ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു. അത് കണ്ടെത്തുകയായിരുന്നു എന്ന തരത്തിലാണ് അവിടെ നിന്ന് അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമായി പിന്നീട് വന്നത്. ഏതായിരുന്നാലും ഉപജീവനം തേടി വിദേശത്തേക്ക് പോയ ഒരു യുവതി അവിടെ വലിയ തോതിൽ പീഡനം അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ജയിലിലാകുന്ന സാഹചര്യം. അവിടെ നിന്ന് ആ യുവതിയെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടക്കുന്നത്. അതിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ തന്നെ താല്പര്യമെടുക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമുക്കറിയാം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ MLA അദ്ദേഹവും ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും ഇവർ രണ്ടുപേരും ഗവർണറെ പോയി കണ്ടിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഒരു പരിശ്രമമുണ്ടായിരുന്നു നിമിഷയെ നാട്ടിലെത്തിക്കുന്നതിന്. അതിനുവേണ്ടിയുള്ള ഒരു ഇടപെടൽ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു അവരും ഗവർണറെ സന്ദർശിക്കാൻ പോയത്. ആര്യ,
തീർച്ചയായും വി വിനോദാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. ഇത്രത്തോളം പരിശ്രമങ്ങൾ നടന്നിട്ടും എന്തുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകാതെ പോയി എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കാണാം വിശദമായ റിപ്പോർട്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ നഴ്സ് നിമിഷപ്രിയയുടെ കേസാണ്. യമൻ സ്വദേശിയായ തലാൽ മെഹദിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിനാണ് നിമിഷപ്രിയയ്ക്ക് യമൻ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ചില സംഘടനകളും പ്രതിപക്ഷ നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ആഴത്തിലിറങ്ങുന്നതിന് മുൻപ് നിമിഷപ്രിയയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ എന്താണെന്നും ഏത് സാഹചര്യത്തിലാണ് യമൻ കോടതി വധശിക്ഷ വിധിച്ചതെന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വിഷയത്തിൽ നയതന്ത്രപരമായ ഇടപെടലുകൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നതും പരിശോധിക്കേണ്ടതുണ്ട്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ ടോമി തോമസ് 2008 മുതലാണ് യമനിൽ നഴ്സായി ജോലി ചെയ്തു വരുന്നത്. 2011 നിമിഷ കേരളത്തിലേക്ക് തിരികെ വരികയും ടോമി തോമസിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹശേഷം ഭർത്താവിനോടൊപ്പം നിമിഷപ്രിയ യമനിലേക്ക് മടങ്ങിയെങ്കിലും 2014 യമനിലെ ആഭ്യന്തര യുദ്ധം രൂക്ഷമായതിനെ തുടർന്ന് ഭർത്താവ് ടോമി തോമസ് മകളോടൊപ്പം കേരളത്തിലേക്ക് മടങ്ങി. എന്നാൽ നിമിഷ യമനിൽ തന്നെ തുടർന്നു. 2015 നിമിഷപ്രിയ സർക്കാർ ആശുപത്രിയിലെ ജോലി ഉപേക്ഷിച്ച് തലാൽ അബ്ദോ മെഹദി എന്ന പ്രാദേശിക വ്യവസായിയെ വിവാഹം കഴിക്കുകയും അദ്ദേഹവുമായി ചേർന്ന് സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുകയും ചെയ്തു. യമൻ കോടതി രേഖകൾ പ്രകാരം 2017 ജൂലൈ മാസത്തിൽ നിമിഷപ്രിയ തലാൽ അബ്ദോ മെഹദിക്ക് മയക്കുമരുന്ന് നൽകി കൊലപ്പെടുത്തുകയും തുടർന്ന് മറ്റൊരു നഴ്സിന്റെ സഹായത്തോടെ മൃതദേഹം കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി ഒരു ഭൂഗർഭ ടാങ്കിനുള്ളിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. മെഹദിയുടെ കൊലപാതകം പുറത്തറിഞ്ഞതിനെ തുടർന്ന് നിമിഷപ്രിയ അറസ്റ്റിലായി. സനയിലെ വിചാരണ കോടതിയിൽ ഒരു ഘട്ടത്തിൽ നിമിഷ കൊലപാതകം സമ്മതിച്ചിരുന്നു. തുടർന്ന് സനയിലെ വിചാരണ കോടതി നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ വിധിക്കെതിരെ നിമിഷ യമനിലെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും സുപ്രീം കോടതിയും അവരുടെ അപ്പീൽ തള്ളി വധശിക്ഷ ശരിവെക്കുകയായിരുന്നു. അതിനുശേഷം നിമിഷ യമൻ പ്രസിഡന്റിന് ദയാഹർജി നൽകിയെങ്കിലും പ്രസിഡന്റും മാപ്പ് നൽകാൻ തയ്യാറായില്ല. കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മെഹദിയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാനും ഇതുവരെ തയ്യാറായിട്ടില്ല. നിമിഷപ്രിയയെ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ നിയമപരമായ ശ്രമങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും അവരുടെ കുറ്റകൃത്യം അത്ര ഗുരുതരമായതിനാൽ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. യമനിലെ നിയമവ്യവസ്ഥ, പ്രത്യേകിച്ചും ശരീഅത്ത് നിയമം, ഇത്തരം കേസുകളിൽ വളരെ കർശനമാണ്. ശരീഅത്ത് നിയമപ്രകാരം കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് പ്രതിക്ക് മാപ്പ് നൽകാനും പകരം ബ്ലഡ് മണി അഥവാ ദിയാധനം സ്വീകരിക്കുവാനും അവകാശമുണ്ട്. എന്നാൽ മെഹദിയുടെ കുടുംബം അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ മുന്നിൽ മറ്റ് വഴികളൊന്നും അവശേഷിക്കുന്നില്ല. ഈ കേസിൽ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള സനയിലാണ് നിമിഷപ്രിയയുടെ വിചാരണ നടന്നതെങ്കിലും ഇന്ത്യക്ക് ഹൂതികളുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം ഇല്ലാത്തതും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. എങ്കിലും നിമിഷയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. രക്തപ്പണം നൽകി അവരെ രക്ഷിക്കാൻ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഉന്നതതല ഇടപെടലുകൾക്കായി നിമിഷയുടെ കുടുംബവും ആക്ഷൻ കൗൺസിലും നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയ ഒരു ഇന്ത്യൻ പൗരയാണ് എന്നതുകൊണ്ട് മാത്രം യമനിൽ ചെയ്ത ഈ കൊടും കുറ്റത്തിന് അവരെ എങ്ങനെയാണ് വെറുതെ വിടാൻ സാധിക്കുക? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിമിഷപ്രിയയെ കുറ്റവിമുക്തയാക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ന്യായീകരിക്കപ്പെടാവുന്നതാണ് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. എന്നിരുന്നാലും ഒരു മനുഷ്യ ജീവനെ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ വഴികളും തേടുന്നത് മാനുഷികമായ ഒരു കടമയാണെന്നും നയതന്ത്രപരമായ എല്ലാ സാധ്യതകളും ഉപയോഗിക്കണമെന്നും ചിലർ വാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നിമിഷപ്രിയ തലാൽ മെഹദിയിൽ നിന്ന് ലൈംഗികവും സാമ്പത്തികവുമായ പീഡനങ്ങൾ നേരിട്ടിരുന്നുവെന്നും പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ തലാൽ പിടിച്ചെടുത്തിരുന്നുവെന്നും അതുകൊണ്ടാണ് ഈ കൊലപാതകം നടന്നതെന്നും നിമിഷയുടെ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ യമനീസ് കോടതി ഈ വാദങ്ങളെ അംഗീകരിച്ചിട്ടില്ല. ഈ വാദങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.